അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ മോന്റെ അടുത്ത് നിന്ന് എനിക്ക് ഉണ്ടായതാണ്. അപ്പൊ നമ്മൾ ഈ കള്ളം പറയുന്ന കുട്ടികളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ചെയ്യരുത് എന്നൊക്കെ? നമ്മള് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവര് എന്തെങ്കിലും ഒരു നോണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പിടിക്കുകയാണെങ്കിൽ അവര് ചീത്ത പറയാതെ നിൽക്കാം. ലൈക്ക് അതേപോലെ തന്നെ ഒരു നീ നോണയനാണ്, എന്തിനാ ഇത് ഇങ്ങനെ നോണ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജ് ആ കുട്ടിക്ക് കൊടുക്കാതെ നിൽക്കാം. ഈ രണ്ട് കാര്യങ്ങള് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാല് ആ കുട്ടിക്ക് കുറേ മാറ്റങ്ങൾ വരും. നമ്മൾ ഒരിക്കലും നോണ പറയാൻ പറ്റൂല എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. ആ ഒരു സമയത്ത് കുട്ടിക്ക് വേഗം സത്യം പറയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ മോന്റെ അടുത്ത് നിന്ന് എനിക്ക് ഉണ്ടായതാണ്. അവനൊരു ദിവസം എന്റെ ഒരു സാധനം എടുത്ത്, ഒരു പ്രൊഡക്റ്റ്, ഒരു സാധനം എടുത്തിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ എടുത്തോ, എന്തിനാ എടുത്തത്, ഈ സത്യം പറഞ്ഞോ, ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവന് കുറേ വാശി പിടിച്ചു, ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന്. പിന്നെ ഞാൻ എത്രത്തോളം അവന്റെ ഇതിൽ താഴ്ന്നോ അത്രയും അവൻ എന്ത് ചെയ്ത് സത്യം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവനക്ക് കൊടുത്തു. അതുകൊണ്ട് അവൻ ആ സമയത്ത് സത്യം പറഞ്ഞു, ഞാൻ എടുത്ത്, ഇനി ഞാൻ എടുക്കൂല, സോറി എന്നുള്ള നിലക്ക് അവൻ പറഞ്ഞു.